അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫൈസീൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ ഇന്ത്യൻ സെൻട്രൽ ദുബൈ സംഘടിപ്പിക്കുന്ന യുടെ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. ഒരുപാട് ദീനി പ്രബോധന മേഖലകളിൽ 3 പതിറ്റാണ്ടിൻ്റെ ദിശ തേടി അനുസ്യൂതം മുന്നോട്ട് ഗമിക്കുന്ന ഈ മഹത്തായ സെന്ററിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നാണ് ജുമാ ഖുത്ബയുടെ ആശയങ്ങൾ മലയാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം ആഡംബരങ്ങളില്ലാത്ത വിവാഹങ്ങൾ എന്ന വളരെ കാലികമായ വിഷയമാണ്. വിവാഹം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും ദുർവ്യായം ചെയ്യുന്നവൻ, അതിരുവിട്ട് ജീവിതം നയിക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ സംബന്ധമായി വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം, അഅ്ളമുൻ നിസാഇ ബറക്കത്തൻ ഐസറുഹുന്ന സദാഖൻ. ഏറ്റവും ജീവിതത്തിൽ അഭിവൃദ്ധിയും ബർക്കത്തുമുള്ള സ്ത്രീകൾ ആരാണ്? റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുന്നു, ഐസറുഹുന്ന സദാഖൻ, വളരെ കുറച്ച് വിവാഹധനം വാങ്ങുന്ന സ്ത്രീകളാണ്. കാരണം അല്ലാഹുവാണ് ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യേണ്ടവൻ. ആ അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകുന്ന അല്പം കാര്യങ്ങൾ മാത്രം മതി, അതിൽ ധാരാളം ബർക്കത്തുകൾ അല്ലാഹു ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂമിൽ പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അവൻ സൃഷ്ടിച്ചു എന്നുള്ളത്. ഇണയും തുണയും യഥാർത്ഥത്തിൽ ഒരു ശരീരമാണ്. എന്തിനാണ് അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹ, ആ ഇണയിലേക്ക് അവൻ സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ്. ഓരോ ഇണകളും തുണകളും പരസ്പരം അവരുടെ ജീവിതം തന്നെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലാണ്. തന്നെയുമല്ല, വജാല ബൈനക്കും മവദ്ദത്തം വറഹ്മ, അല്ലാഹു തആല നിങ്ങൾ ഇണയായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ പരസ്പരം അല്ലാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും അല്ലാഹു തആല നിക്ഷേപിക്കുന്നു. യഥാർത്ഥ ഇണകളായി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിന് നിങ്ങൾ ഉടമ്പടി ചെയ്താൽ, അല്ലാഹുവിൽ നിന്നുള്ള സ്നേഹവും അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്തും നിങ്ങളുടെ ഇടയിൽ അവൻ ചൊരിഞ്ഞു തരും. ഈ മഹത്തായ ലക്ഷ്യം ഇത് സാക്ഷാത്കരിക്കാൻ എന്ത് വേണം? വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം നാം മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും വലിയ വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം തഹ്ഖീഖുസ് സക്കീന,
സമാധാനം സുസ്ഥിരമാക്കലാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ സമാധാനം സുസ്ഥിരമാക്കുക എന്നുള്ളതാണ് വൈവാഹിക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. മറ്റൊന്ന് വൈസ്തിദാമത്തു സഅദ, വിജയം നിലനിർത്തുക. ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ വിവാഹം ചെയ്യുന്നതും ഇണയായി ജീവിക്കുന്നതും. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ, ഇത് ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അൽ ഇഖ്തിസാദ് ഫിൽ അറാസി, വിവാഹാഘോഷം മിതമാക്കുക എന്നുള്ളത്. വിവാഹാഘോഷം അമിതമായി ആർഭാടരഹിതമാക്കിയാൽ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റും. വൽ-ഇഅ്തിദാല ഫി തകാലിഫി സിവാജി, വൈവാഹിക ജീവിതത്തിലെ അഥവാ വിവാഹാഘോഷങ്ങളിലെ ചെലവുകൾ അത് നിയന്ത്രിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ വിവാഹ ജീവിതത്തിന് ലക്ഷ്യം മനുഷ്യന് സാക്ഷാത്കരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന യുവസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ വിവാഹാഘോഷങ്ങൾ അത് മിതമാക്കുക. അത് നിങ്ങൾ അമിതമാക്കാതിരിക്കുക. ആർഭാടങ്ങൾ, ആവശ്യമില്ലാത്ത ചെലവുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ കഴിവിനപ്പുറം നിങ്ങൾ വിവാഹാഘോഷം ഒരിക്കലും അത് കൊണ്ടാടാൻ പാടില്ല. തന്നെയുമല്ല, തുഫാഖിറു ബിഹി ഗൈറക്കും, നിങ്ങളല്ലാത്ത നിങ്ങളുടെ കുടുംബങ്ങളാവട്ടെ, കൂട്ടുകാരാവട്ടെ, നാട്ടുകാരാവട്ടെ, അവരുടെ ഇടയിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ദുർവ്യായം നടത്തിയാൽ, നിങ്ങളുടെ കഴിവിനപ്പുറം ചെലവുകൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇത്തബിയു ഫീഹി ഹദിയ നബിയിക്കും സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ വിവാഹാഘോഷങ്ങളിൽ നിങ്ങളുടെ ഹബീബായ തിരുനബി തങ്ങളുടെ ശരിയ നിങ്ങൾ പിൻപറ്റണം. നിങ്ങളുടെ നേതൃത്വത്തിന്റെ ഉപദേശങ്ങൾ നിങ്ങൾ പരിപാലിക്കണം. എത്ര കുടുംബങ്ങളാണ് ഈ ലോകത്ത് അമിതമായ രീതിയിൽ അവർ വിവാഹാഘോഷം നടത്തുന്നു. അതിരുവിട്ട് കിടന്ന വിവാഹാഘോഷങ്ങൾ അവർ പങ്കുവഹിക്കുന്നു, അതിനവർ നേതൃത്വം നൽകുന്നു. ഫകാനത്ത് ആഖിബത്തുഹു ഇൽതിസാമാത്തിൻ മാദിയ, അവസാനം അതിന്റെ പര്യാവസാനം ബാധ്യതകൾ കലാശിച്ച് അവന്റെ ജീവിതം തന്നെ, ജീവിതത്തിന്റെ സ്വസ്ഥകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. തന്നെയുമല്ല, അദ്ദത്തിലാദൂത്തിൻ നഫ്സിയ, മാനസികമായ സമ്മർദ്ദങ്ങൾ കുടുംബജീവിതത്തെ തകർക്കുന്നു. ഖിലാഫാത്തിൻ സൗജിയ, ദാമ്പത്തിക തർക്കങ്ങൾ ഉടലെടുക്കുന്നു. ഇതൊക്കെ ബാധ്യതകളിൽ നിന്ന് വരുന്നതാണ്. സ്വസ്ഥമായ കുടുംബജീവിതം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ധരിക്കരുത് നിങ്ങളുടെ പൊന്നുമകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ പെൺകുട്ടി, അവരുടെ ജീവിതത്തിന്റെ സന്തോഷവും വിജയവും ഒരിക്കലും അവരുടെ ആർഭാട വിവാഹത്തിലാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. നേരെ മറിച്ച് നിങ്ങൾ അവർക്ക് നൽകുന്ന ബഹുമാന്യതയും സ്വസ്ഥമായ ജീവിതവും അവരുടെ കുടുംബ ജീവിതം നിലനിൽക്കുന്നതിലാണ്. അവരുടെ ഭർത്താവും കുടുംബവുമായുള്ള നല്ല നിലപാടിലാണ് അത് ഉൾക്കൊള്ളുന്നത്. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ അന്യായമായ ദൂർത്തുകൾ ഒഴിവാക്കിയാൽ പരിഹരിക്കാൻ പറ്റും. അവരുടെ സ്വസ്ഥമായ ജീവിതം നമുക്കവർക്ക് സമ്മാനിക്കാൻ പറ്റും. അതുകൊണ്ട് വാശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആ പെണ്ണുമക്കളോട് നിങ്ങൾ ദയോടുകൂടെ പെരുമാറുക. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. ഒരിക്കലും വിവാഹ ജീവിതത്തിലെ ഉയർന്ന ചെലവുകൾ, ആർഭാടകരമായ കല്യാണം, അതൊരു കുടുംബത്തിന്റെ സ്ഥാനമാനം ഉയർത്തിപ്പിടിക്കുക എന്ന്
ഒരിക്കലും നിങ്ങൾ ധരിച്ചു പോകരുത്. ഒരു കുടുംബത്തിന്റെ അന്തസ് വിവാഹത്തിന്റെ ദൂരത്തിലാണ്, ആർഭാടമായ വിവാഹത്തിലാണ് നിങ്ങൾ ധരിക്കുകയും ചെയ്യരുത്. നേരെ മറിച്ച് വിവാഹ ജീവിതം നിങ്ങൾ ലളിതമാക്കിയാൽ അത് അനുഗ്രഹങ്ങൾ, ഒരുപാട് ബർക്കത്തുകൾ, അതിലേക്കുള്ള സൂചനയാണ് ലളിതമായ വിവാഹാഘോഷമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന മിൻ യുമിനിൽ മർഅ തൈസീർ ഖുത്ബത്തിഹാ തൈസീർ സദാഖിഹാ. ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയും അനുഗ്രഹവും അത് അവരുടെ വിവാഹ ആലോചന മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങളിലുള്ള ലാളിത്യവും മിതത്വവുമാണ്. അവൾ വാങ്ങുന്ന അവരുടെ വിവാഹ മൂല്യത്തിന്റെ ലാളിത്യവും അവരുടെ ജീവിതത്തിന്റെ ബർക്കത്തിൽപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനനുസരിക്കുന്ന അവന്റെ അടിമകളോട് പറയാനുള്ളത്, വിവാഹ ചെലവ് നിയന്ത്രിക്കുകയാണെങ്കിൽ അത് ഒരു കുടുംബത്തോട് മാത്രമല്ല, ഒരു രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവന്റെ സ്നേഹത്തിന്റെ പ്രായോഗികമായ പ്രകടനമാണത്. തന്നെയുമല്ല, ഒരു രാജ്യത്തിന്റെയും കുടുംബത്തിന്റെയും ആചാരങ്ങളും പാരമ്പര്യവും അത് പൂർത്തിയാക്കി വിടുന്ന, നിലനിർത്തുന്ന മഹത്തായ ഒരു പ്രവണത കൂടിയാണ് ലളിതമായ വിവാഹം. നമ്മുടെ ഈ രാജ്യത്തിന്റെ ശില്പിയായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ല ഈ തത്വം ഊട്ടിയുറപ്പിക്കാൻ, സമൂഹത്തിൽ ഈ ഒരു പ്രതിഫലനം സൃഷ്ടിക്കാൻ, ശക്തമായ സാമൂഹികമായ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഒരുപാട് പദ്ധതികൾ മഹാനവറുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഇന്നൽ മുഗാലാത്ത് ഫിൽ മുഹൂരി, വിവാഹ മൂല്യങ്ങളിലുള്ള അമിതത്വം, ധൂർത്ത്, അതേപോലെ തന്നെ വൈവാഹിക ആഘോഷങ്ങളിലുള്ള ധൂർത്തുകളും അതൊക്കെ യുവാക്കളെ തളർത്തുന്ന പ്രവണതയാണ്. തന്നെയുമല്ല, ഒരു ന്യായീകരണവും അതിനില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്തിനോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യവുമാണെന്ന് യുഎയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ല തന്റെ അമൂല്യമായ ഉപദേശങ്ങളിൽ നമ്മോട് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇദാ അൻഫഖു ലം യുസ്രിഫു, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ. പക്ഷെ ലം യുസ്രിഫു, അവർ ചെലവഴിക്കുകയാണെങ്കിൽ തന്നെ അവരതിൽ ധൂർത്ത് കാണിക്കുകയില്ല. വലം യഖ്തുറു, അവര് പിടിച്ചു വെച്ച് ഒരിക്കലും ബുഖ്ലിത്തരം അഥവാ അവര് ഒരിക്കലും പിടിച്ചു വെച്ച് പിശുക്ക് കാണിക്കുകയുമില്ല. ഒക്കാന ബൈനദാലിക ഖവാമ, അവര് നല്ല നിലയിൽ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും തൂർത്തോ അല്ലെങ്കിൽ പിടിച്ചു വെക്കാതെയോ അതിനിടയിൽ അവർ നല്ല നിലയിൽ അവർ ചെലവഴിക്കുകയും ചെയ്യും. അവരെയാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു കുടുംബ ജീവിതത്തിന് നമുക്കെല്ലാവർക്കും, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വധൂവരന്മാർക്കും, നമ്മുടെ യുവതിയുവാക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ രാജ്യത്തെയും എല്ലാ രാജ്യങ്ങളെയും അല്ലാഹു എല്ലാ ഫിത്നകളിൽ നിന്നും, ആഫത്ത് ബലാ മുസീബത്തിൽ നിന്നും കാത്ത് സലാമത്താക്കട്ടെ. പരിപൂർണമായ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ബറക്കത്ത് നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാം നല്ലവർക്കും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.